കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. കർത്താവേ, ശക്തിയായ അഭിഷേകമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവായ ദൈവത്തിന്റെ സാന്നിധ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ വീശി ഈശോയെ ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തണം. യേശുവേ ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ അങ്ങ് കൃപയായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം. കർത്താവേ സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ. നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ, നിന്റേതായി തീർന്നിടുമ്പോൾ, നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ, നിന്റേതായി തീർന്നിടുമ്പോൾ, ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നുമില്ല.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ, കാര്യം മഹാസങ്കടങ്ങളുടെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജോലിയില്ലാത്ത മക്കൾ, കർത്താവെ ജോലി നഷ്ടപ്പെട്ട മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട തറയിൽ ജീവനോട് എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ ജോലിയില്ലാതെ വരുമാനം നഷ്ടപ്പെട്ടു പോയവരെ, അതിൻ്റെ പേരിൽ ഫീസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റാത്തവരെ, വിദ്യാർത്ഥികളുടെ ജീവിത വിഷമത്തിലായവരെ, സമയത്ത് നമ്മുടെ പ്രോജക്റ്റുകൾ പാസ്സാകുന്നില്ല, ലോൺ പാസ്സാകുന്നില്ല, സാമ്പത്തിക മേഖലകളിലെ തടസ്സങ്ങൾ വരുന്നു, ആ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവർ, 35 വയസ്സ് കഴിഞ്ഞിട്ടും 30 വയസ്സ് കഴിഞ്ഞിട്ടും ഒന്നും ജീവിത പങ്കാളി ലഭിക്കാതെ വിവാഹം കഴിക്കാൻ പേടിയായി നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും പേടിയാണ്. ജീവിത സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് പേടി. പണ്ടെങ്കിലില്ലാത്ത തരം സേഫ്റ്റി ഫിയർ ഭയങ്കരമാണിപ്പോഴ്. സ്ത്രീക്കും പേടി, പുരുഷനും പേടി. വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുക എന്ന് വെച്ചാൽ ജീവിത നിലവാരം ചുറ്റോട് ചുറ്റും കൂടി മനുഷ്യനെ കയ്യെത്തി പിടിക്കുന്നതിനേക്കാൾ നിലവാരങ്ങൾ നമ്മൾ കാണുന്നതനുസരിച്ച് കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരുണ്ട്. കഥയില്ലാത്ത കാര്യമാണെങ്കിലും പുതിയ അരക്ഷിതാവസ്ഥ പഴയ അരക്ഷിതാവസ്ഥയുമായിട്ടുള്ളതുപോലെ അല്ല. പലതും നിരർത്ഥകമാണെങ്കിലും മനുഷ്യൻ്റെ എസ്റ്റീമിനെ ബാധിക്കുന്നതാണ്. ഇന്ന് സുരക്ഷിതമെന്ന് പറയുന്നത് പണ്ട് സുരക്ഷിതമെന്ന് പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമായിരുന്നു. ഇന്ന് സുരക്ഷിതമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ എസ്റ്റീമാണ്. അഭിമാനത്തോടുകൂടി ഇന്നത്തെ കാലം കൈനീട്ടി തന്ന ഒരു അഭിമാന ബോധമുണ്ട്. അങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് വെച്ചുകൊണ്ട് മനുഷ്യൻ സുരക്ഷിതത്തെ അളന്നിട്ട് ജീവിതത്തെ നോക്കി ഭയപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം കിട്ടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവേ, തൊഴിലില്ലാത്ത കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൊഴിൽ സ്ഥിരതയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൊഴിൽ ലഭിച്ചിട്ട് വേദന ലഭിക്കാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സാമ്പത്തിക ദുരിതങ്ങളിൽ കഴിയുന്നവരെ, വിഷമതകളിൽ കഴിയുന്നവരെ, സുരക്ഷിതത്വം നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി യേശുവേ ആരാധന, യേശുവേ യേശുവേ ആരാധന, യേശുവേ ആരാധന. കാർഷിക മേഖലകൾ, മത്സ്യബന്ധന മേഖലകൾ, അവിടെയെല്ലാം സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കൃഷി ചെയ്യാൻ പറ്റാത്തവർ, കൃഷി ഇറക്കാൻ ആത്മാർത്ഥതയുള്ള ആൾക്കാർ കിട്ടാത്തവർ, കിട്ടിയവർ തന്നെ കൈകാര്യങ്ങളിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരുമാനം സ്റ്റക്കായി പോകുന്നവർ, ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന സ്വകാര്യ വ്യഥകൾ വല്ലാത്തതാണ്. പലപ്പോഴും തരിശായി കിടക്കുന്ന പുരയിടങ്ങൾ, അത് പണി ചെയ്യാനും പറ്റണില്ല, ചെയ്യിക്കാനും പറ്റണില്ല, വിറ്റ് മാറ്റാനും പറ്റണില്ല. ഇത് ചുവന്നുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്, എന്ത് ചെയ്യണമെന്നറിയാൻ പാതെ വിഷമിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലവർഷവും അതിൻ്റെ കെടുതികളും അത് കൂടാതെയുള്ള കുറേ രോഗങ്ങളും. ഒരു വീട്ടിൽ 5 പേർക്കും 6 പേർക്കുമൊക്കെ കോവിഡുണ്ട്. ഇന്ന് കൊച്ചിയിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു, ICUയിലാണ്, ഹൃദയത്തിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞു.
അപ്പം തന്നെ പ്രാർത്ഥിച്ചെങ്കിലും ഇപ്പം വീണ്ടും ആരാധനയ്ക്ക് വെക്കുകയാണ്. ഹൃദയരോഗമുള്ളവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയരോഗമുള്ളവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗികളെല്ലാവരെയും അവരുടെ ശ്വാസകോശങ്ങളെ കഴുകുന്ന സമയമാണിത്. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണമാണ് ഇപ്പോൾ ചെല്ലേണ്ടത്. കർത്താവേ, എല്ലാ കോവിഡ് രോഗികളുടെയും ശ്വാസകോശങ്ങളെ അങ്ങ് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയരോഗികളെ സ്പർശിക്കണമേ കർത്താവെ, ഹൃദയരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാടിഞരമ്പുകൾ ക്ഷയമുള്ളവരെ പ്രാർത്ഥിക്കുന്നു. ശ്വാസം കിട്ടാത്തവരെ, ഓക്സിജൻ ലെവല് കുറഞ്ഞു പോകുന്നവരെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓക്സിജൻ അപ്പാരറ്റസ് ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളെ, ഓക്സിജൻ തന്നെ കിട്ടാത്ത സാഹചര്യങ്ങളെ, കർത്താവെ, ഒരിക്കലും മനുഷ്യൻ അനുഭവിക്കാത്ത പ്രാണവായുവിൻ്റെ ദാരിദ്ര്യം കർത്താവെ ഞങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല ഈശോയെ. അത് ഈ കാലത്ത് അനുഭവിക്കുകയാണ് ഈശോയെ. മനുഷ്യൻ എല്ലാ സംവിധാനങ്ങളും ശാസ്ത്രങ്ങളും നിലനിന്ന് മനുഷ്യനെ സംരക്ഷിക്കാൻ സർക്കാർ ഉള്ളപ്പോഴും പ്രാണവായുവിന് വേണ്ടി, ഒരൗൺസ പ്രാണവായുവിന് വേണ്ടി പിടയുന്ന ജന്മങ്ങളെ കർത്താവെ, എല്ലാ സംവിധാനങ്ങളും നിരർത്ഥകമായിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവെ നീ തന്നെ റൂഹ എന്ന് പറഞ്ഞ കർത്താവെ, മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ആദ്യം ഓക്സിജനെ പ്രാണവായുവിനെ ഊതിക്കൊടുത്തവനെ എല്ലാ മക്കളിലേക്ക് കർത്താവെ, ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഉള്ള എല്ലാ എല്ലാ വ്യക്തികളും കർത്താവെ നിന്റെ പ്രാണവായു ഊതിക്കൊടുക്കുകയും അവിടെ ജീവൻ നിലനിർത്തുകയും ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവായ ദൈവമേ, ലോകമാസകലമുള്ള കോവിഡ് രോഗികളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ കർഷകരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കരങ്ങളടിച്ചുകൊണ്ടായിരിക്കുന്നവർ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശരീരം ആസകലം നെറ്റി ഉൾപ്പെടെ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് വലിയ പൊട്ടുകളുള്ളവരെ, ചെറിയ പൊട്ടുകളുള്ളവരെ, ശരീരം ഇങ്ങനെ കുരുക്കൾ വന്നിട്ട് അതിൻ്റെ മൃദുത്വം അതിൻ്റെ സൗഷ്ഠവം നഷ്ടപ്പെട്ടിട്ട് കഠിനമായി ഹാർഡായി പോയ തൊലികളെ, അതിൻ്റെ പേശികളെ നമ്മൾ ശരീരത്തിൽ കുത്തുമ്പോൾ അത് നെങ്ങാതെ ബലമായിട്ട് ഇരിക്കുന്ന ശരീരത്തെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധമായ രക്തം അങ്ങനെയുള്ള ശരീരത്തിലുള്ള ശാരീരിക രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ് രോഗങ്ങൾ, ചൊറി രോഗങ്ങൾ, അതുപോലെയുള്ള ത്വക്ക് രോഗങ്ങളുള്ളവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ. മാരക രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥത സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. ധാരാളമായ രോഗദുരിതത്തിൽ കഴിയുന്നവരെ അങ്ങ് സ്പർശിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. തൊണ്ടവേദനയുള്ളവര്, തൊണ്ടവേദന തുടങ്ങിയിട്ടുള്ളവര്, കോവിഡിൻ്റെ ബന്ധമായിട്ട് തൊണ്ടവേദന ഉള്ളവർ, തൊണ്ടവേദന തുടങ്ങിയിട്ടുള്ളവർ, ശ്വാസകോശങ്ങളിലേക്ക് ശ്വാസപ്പെടാൻ അനുഭവിക്കപ്പെടുന്നവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ നിമിഷം തളിക്കപ്പെടട്ടെ. കർത്താവേ, ദിവ്യകാരുണ്യമേ, ഇപ്പോൾ തൊണ്ടവേദനയുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കരൾ രോഗികളെ, കിഡ്നി രോഗികളെ, കർത്താവെ, ആന്തരിക അവയവങ്ങൾക്ക് കർത്താവ് കേടുപാടുള്ളവരെ, ക്യാൻസർ രോഗികൾ, ക്യാൻസർ രോഗം പിടിച്ച അവയവങ്ങൾ, ക്യാൻസർ രോഗം പിടിച്ച രക്തങ്ങൾ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ ആന്തരികമായ ഉള്ളംകാലം ഉച്ചവരെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആന്തരിക രോഗങ്ങൾ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി സത്യമായി സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, മാരക രോഗികളെ സ്പർശിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. ചേർന്ന് പാടാം. പെരുമഴ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വഭാവദൂഷ്യമുള്ള മക്കള്, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കള്, കുടുംബത്തിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം കയറി വരുന്നവർ, ഈ ലോക്ക്ഡൗണായിട്ട് പോലും കുടുംബത്തിലിരിക്കാത്തവരുണ്ട്, പ്രാർത്ഥിക്കാത്തവരുണ്ട്, ഏതെങ്കിലും ബന്ധങ്ങളിൽ പെട്ടുപോയവർ, ഏതെങ്കിലും വിഷയങ്ങളിൽ അകപ്പെട്ടു പോയവർ, ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻ്റ് ആകാം, ചിലപ്പോൾ വിഷയങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് ആകാം, ചിലപ്പോൾ വീഡിയോ ഗെയിം പോലുള്ള ഗെയിമാകാം. ഇങ്ങനെ മനസ്സ് വെറുതെ ഭ്രാന്തമായ രീതിയിൽ പെട്ടുപോയവർ, അതിൻ്റെ പേരിൽ വീട്ടുകാരോടും ദൈവത്തോടുമുള്ള സ്നേഹം തണുത്തു പോയവർ, കർത്താവേ ഞങ്ങൾ അങ്ങനെയുള്ള എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ കർത്താവേ, മനുഷ്യൻ്റെ വിസ്മയം കാരണം, ഭ്രമം കാരണം, വ്യത്യസ്തമായ പാപങ്ങളിലും കർത്താവേ, അതുപോലെ മനസ്സിൻ്റെ ആധ്യാത്മിക ഗുണങ്ങളെ നിർവീര്യമാക്കുന്ന അവസ്ഥകളിൽ കർത്താവേ പെട്ടുപോയ മക്കളെ അങ്ങ് വിശുദ്ധമായ രക്തത്താൽ ഇപ്പൊ കഴുകണമേ. കർത്താവിന്റെ വലിയ ശക്തി ഒരുക്കണമേ. അവരെ ഉപദേശിച്ച് കർത്താവെ, മാതാപിതാക്കന്മാരും മടുത്ത് ഉപേക്ഷിച്ച് കളഞ്ഞ കേസുകളെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വേദനപ്പെട്ട് നടക്കുന്ന മാതാപിതാക്കന്മാരെ ഇപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് ആ മക്കളിൽ അത്ഭുതം സംഭവിക്കട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തെറ്റായ കൂട്ടുകെട്ടിലും പ്രേമബന്ധങ്ങളിലും അടിക്കായി പോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ആയിരിക്കുന്ന അവസ്ഥയിൽ കരങ്ങളടിച്ചു പാടട്ടെ. ദൈവസ്നേഹത്തോടുകൂടി പാടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ഇനി ഞാൻ പറയണ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ദൈവികമായ മേഖലകളിൽ ചരിക്കണം, ദൈവാനുഭവത്തിൽ വളരണം എന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ അഥവാ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചെറിയ ഒരു പൊരിയെങ്കിലും തീപ്പൊരിയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഓരോരോ സമയത്ത് വരുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവികമായ ചോദനകൾ ലഭിച്ചുകൊണ്ടിരിക്കും. വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം, നമ്മുടെ പഴയ നിയമത്തിലില്ലേ, പഴയ നിയമത്തിൽ രണ്ട് രാജാക്കന്മാരുടെ 3:15 അതെന്താ ഇവിടെ വിഷയം? മൊവാബിയരുമായിട്ടുള്ള യുദ്ധമാണ്. മൊവാബിയർ വളരെ ശക്തരായ പടനീക്കമുള്ള വലിയ പട്ടാള വ്യൂഹമുള്ള മനുഷ്യരാണ്. അവിടെ റീസണബിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് പോകുന്ന ആൾക്കാരൊക്കെയാണ്? ഇസ്രായേൽ രാജാവ്, ഏദോം രാജാവ്, യൂദാ രാജാവ്, ഇങ്ങനെ കുറേ ആൾക്കാർ യുദ്ധത്തിന് പോവുകയാണ്. ഇവരുടെ കയ്യിലൊന്നും പട്ടാളം ആവശ്യത്തിനില്ല. ഇവരുടെ എല്ലാം കൂടി ഇങ്ങനെ ഈ നാട്ടുരാജ്യങ്ങളാണ് ഇതെല്ലാവേ. യൂദയ, ഇസ്രായേൽ, ഇതെല്ലാം നാട്ടുരാജ്യങ്ങളാണ്. ഏദോം, ഇതെല്ലാം കൊച്ചു നാട്ടുരാജ്യങ്ങളാണ്. മൊവാബ് അങ്ങനെ വലിയൊരു രാജ്യമാണ്. ഇവരോട് ഇവർ യുദ്ധത്തിന് പോവുകയാണ്.
അപ്പം അങ്ങനെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ മിക്കവാറും ഇവർ തോറ്റുപോകുന്ന അറിയാം. പക്ഷേ യുദ്ധം ചെയ്തില്ലെങ്കിൽ അവർ വന്ന് ഇവരെ വെട്ടി വിഴുങ്ങും, ഇവരുടെ സ്ഥലം കൈയേറും, ഇവർ നാടോടികളായി പോകും. അതുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, യുദ്ധം ചെയ്യാനും പറ്റത്തില്ല. ഇതാണ് അവസ്ഥ. ജീവിതത്തിൽ അങ്ങനെ സംഭവമുണ്ട്. യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, യുദ്ധം ചെയ്യാനും പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യും മനുഷ്യൻ? അപ്പോൾ പോണ വഴിക്ക് ഒരു രാജാവിന് ബോധം തോന്നി, ഈ യുദ്ധം ഇതിൽ കർത്താവ് പങ്കെടുക്കുമോ എന്നറിഞ്ഞാൽ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കർത്താവ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുമോ? കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെപ്പോലും അവർ സൈന്യങ്ങളുടെ കർത്താവെന്നാണ് വിളിക്കണത്. ഇസ്രായേലിനെ നിലനിർത്തിക്കൊണ്ടിരുന്ന മുഴുവനും സ്വർഗീയ സൈന്യങ്ങളുള്ള കർത്താവാണ്. അപ്പോൾ ഈ കർത്താവ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ എന്ന് അറിയണം. അറിയാൻ എന്താ മാർഗം? അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവുള്ള ആരെങ്കിലും ഉണ്ടാകണം. അതാണ് പ്രശ്നം. രാജാക്കന്മാരായിട്ട് കാര്യമില്ല, പരിശുദ്ധാത്മാവുള്ള ആരെങ്കിലും ഉണ്ടാകണം. അപ്പോൾ ആരുണ്ടെന്ന് തിരക്കിയപ്പോൾ പറഞ്ഞ് ആത്മാശോധന പറയുന്ന ആൾക്കാർ, ആത്മീയ കാര്യങ്ങൾ പറയുന്ന ഒരാളുണ്ട്, എലീഷ ഉണ്ടെന്ന് പറയും. അപ്പോൾ രാജാക്കന്മാർ പറയും എലീഷാനെ വിളിക്കാൻ പറയും. എലീഷാനെ വിളിക്കും. എലീഷാനെ വിളിച്ചിട്ട് പറയും, മോവാബ്യർ ഭയങ്കരമായ സിംഹം പോലെയുള്ള ആന പോലെയുള്ള കരുത്തരാണ്, ഞങ്ങൾ ആട് പോലെ ഇരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ കർത്താവ് ദൈവപുരുഷ, ഈ യുദ്ധത്തിൽ കർത്താവ് പങ്കെടുത്താൽ മാത്രമേ ഞങ്ങൾ പോകുന്ന പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ല, അവന് കപ്പം കൊടുത്ത് പിരിയാമെന്ന് പറയും. കപ്പം കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനത്തിന് പകുതി കൊടുക്കേണ്ടി വരും, പിന്നെ ദരിദ്ര നാരായണന്മാരായിട്ട് ജീവിക്കേണ്ടി വരും. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം പറയാം, ഞങ്ങൾക്കൊരു പിടിയും കിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എലീഷ പറയും, ഞാൻ പറയാം, ആദ്യം കിന്നരക്കാരെ കൊണ്ടുവരാൻ പറയും, പാട്ടുകാരെ കൊണ്ടുവരാൻ പറയും. പാട്ടുകാരെ കൊണ്ടുവരണത് ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥിക്കുന്നതിനേക്കാളും പെട്ടെന്നാണ് ഈ പാട്ടിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയണത്. അത് നല്ല പാട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഭിഷേകം ഉണ്ടായിട്ട് പെട്ടെന്ന് ഈ പ്രാർത്ഥിക്കുന്നവർക്കും അതൊരു സുഖമാണ്, പെട്ടെന്ന് അഭിഷേകം ഉണ്ടാവും. അപ്പോൾ ഉടനെ പാട്ടുകാരെ കൊണ്ടുവന്നു, ദൈവത്തിൻ്റെ പാട്ടുകാരെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പാട്ടുകാരെന്ന് പറഞ്ഞാൽ ദൈവം പാട്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ദൈവം പാട്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവർ പാടാൻ തുടങ്ങും. പാടാൻ തുടങ്ങുമ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് ഇവനിൽ ഇളകാൻ തുടങ്ങും. ആരല്ലേ? എലീഷയിൽ. എന്താണ്? എലീഷയ്ക്ക് ഉടനെ ദർശനം ഉണ്ടാവും, പ്രവചനം ഉണ്ടാവും, 2 വര ഉടനെ ഉണ്ടാവും. എന്തൊക്കെയാണ് എലീഷ പറയണത്? കാറ്റില്ല, മഴയില്ല, പക്ഷേ അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞു എന്ന് പറയും. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? കാറ്റും മഴയും വേണം. കാറ്റുണ്ടെങ്കിലേ മഴയുണ്ടാകത്തുള്ളൂ, മഴയുണ്ടെങ്കിൽ അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയത്തുള്ളൂ. അപ്പോഴും പറയും കാറ്റില്ല, മഴയില്ല. കാറ്റും മഴയില്ലെങ്കിലും അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പട്ടാളക്കാരില്ലെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14 അവർക്ക് അനുഭവമുള്ളതാണ്. എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. ഈ പട്ടാളക്കാരുടെ പോലും കാര്യമില്ല. കർത്താവ് യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കൊച്ചു പട്ടാളക്കാരനെ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എലീഷ പറയും, തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകണം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് ആയുധബലമില്ലെങ്കിലും ആൾബലമില്ലെങ്കിലും കർത്താവ് യുദ്ധം ചെയ്യിപ്പിച്ചിരിക്കും. അതെന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണത്. എലീഷയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കൊണ്ടാണ് എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇപ്പോഴൊക്കെ ഉള്ള കുറേ ആൾക്കാർ പറയുന്നത് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇക്കാലങ്ങളിൽ ഇടപെടാറില്ല. ആദിമസഭയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് തടിതപ്പണ ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ നിലപാടതായിരുന്നു. ആദിമസഭയിൽ ഭയങ്കര പരിശുദ്ധാത്മാവായിരുന്നു, അതിന് പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടത്തില്ല. സഭയുടെ കുല പ്രബോധന കാര്യങ്ങൾക്കൊക്കെ ഇടപെടത്തുള്ളൂ പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ദാരിദ്ര്യം അനുഭവിച്ച കാരണം അവർ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വരണ്ട ഒരു ആധ്യാത്മിക ജീവിതം പലർക്കും വരാൻ കാരണം അതാണ്. കാര്യം പരിശുദ്ധാത്മാവ് നിരന്തരമായിട്ട് സഭയിൽ പ്രവർത്തിക്കുകയും ഇന്ന കാര്യങ്ങളെന്നല്ല, എല്ലാ കാര്യങ്ങളിലും. നീ ആരെ കല്യാണം കഴിക്കണമെന്ന് വരെ പരിശുദ്ധാത്മാവ് പറയും. കാര്യം എന്താണ്? നീ ദൈവവേദനായതുകൊണ്ട്. കാര്യം എന്താണ്? ദൈവവേദൽ ദൈവരാജ്യത്തിലുള്ള ആളാണ്. ദൈവരാജ്യത്തിലുള്ള ആൾക്കാരുടെ കാര്യം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് അവർ. അതാണ് റോമ 8:14 നമ്മൾ വായിക്കണത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അവർ മോക്ഷരാജ്യത്തിൻ്റെ അവകാശികളാണ്.
മോക്ഷരാജ്യത്തിന് അവകാശികളായിട്ടുള്ളവർ, അവരുടെ ദൈവത്തിൻ്റെ രാജ്യമുണ്ട്, ദൈവത്തിൻ്റെ സന്തതികളാണ് അവർ. അവിടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ അവകാശികളായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും വചനാഭിഷേകത്താൽ രൂപാന്തരപ്പെടുത്തണമേ. ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥന ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. ശക്തി പകർന്നിടണേ കരങ്ങളടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ കർത്താവായ ഈശോയുടെ സാന്നിധ്യം നിറയുകയാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ അനുതാപത്തോടെ വിളിച്ചുകൊണ്ട് നിന്നിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ തള്ളപ്പെടാതിരിക്കാൻ വേണ്ടി ആത്മാവിനാൽ അഭിഷിക്തരാകാൻ നഷ്ടപ്പെട്ടവർക്ക്, പ്രാർത്ഥനാജീവിതം തകർന്നവർക്ക്, വിശോധ ജീവിതം കരുത്തുപോയവർക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഈ ആശീർവാദത്തിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിന്നിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. അനുതാപത്തോടെ പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ നിറയണമേ. കർത്താവേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളുടെ മേൽ ആത്മാവ് നിറയട്ടെ. ഓരോ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. കർത്താവേ ശുശ്രൂഷ ടിവിയില് കണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേല്, യൂട്യൂബിൽ നിറയുന്ന മക്കളുടെ മേൽ നിറയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയേ, ക്യാൻസർ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. മാരക ദുരിതങ്ങൾ, വേദനയിൽ കഴിയുന്നവര്, കോവിഡ് രോഗത്തിൽ കഴിയുന്നവര്, കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവര്, കർത്താവ് വിദ്യാഭ്യാസ മേഖലകള്, കർത്താവെ സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവര്, കടഭാരത്തിൽ കഴിയുന്നവരെ ഈശോ സ്പർശിക്കുകയാണ്. ഈശോ ആശീർവദിക്കുകയാണ്. തത്സമയ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ ഈശോ സ്പർശിക്കുകയാണ്. കർത്താവിന്റെ ചൈതന്യം നിറയുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ ഈശോ സ്പർശിക്കുന്നു. ഭവനരഹിതരെ സ്പർശിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും